പിന്നെ നമ്മൾ നേരെ ഇംഗ്ലീഷിലോട്ട് പോവാണ്. ഇനിയിപ്പം അടുത്ത മാസം 31 നമ്മൾ പോവാണ് സൗത്ത് ആഫ്രിക്ക പോവാണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷ് പാട്ടൊന്നും ഇവിടെ അല്ല, ഞാൻ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ പോയിട്ടേ പാടുള്ളൂ എന്ന്. അത് ശരി. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോവാ. പിന്നെ അവിടെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ മറ്റേ അവിടുത്തെ സ്ഥലവും പിന്നെ ദുബായ് അവിടുത്തെ എല്ലാം കറങ്ങാൻ പോകും. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് വെയിലും മഴയും കൊണ്ടിരിക്കുന്നു. 7ാം വയസ്സിൽ പയ്യൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ? അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഇതേപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് വലിയ പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് ദുബായിൽ പോയി പ്രോഗ്രാം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിപ്പോ സാധിച്ചില്ലേ? ആ, ഡേറ്റ് കൺഫേം അല്ലേ? ഡേറ്റ് ഒക്കെ കൺഫേം. ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ മതി. ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ബാക്കി എല്ലാം സെറ്റ് ആണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി കൂടുതൽ മോനെ പിടിച്ചു നിർത്തുന്നില്ല. മോനെ ഇനി കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഇത് കഴിഞ്ഞ അടുത്തത് എങ്ങോട്ടാ ഇനി? അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ അവിടുത്തെ സ്ഥലം സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ പിന്നെ അല്ല, ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോണേ ഇനി? ഇനി ഇവിടുന്ന് നേരെ മുംബൈ. വീണ്ടും മുംബൈ. അവിടെ എന്തോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ സംഭവം അല്ലല്ല, അവിടെ എന്തോ ഹർഷബയുടെ പാട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വീണ്ടും മുംബൈ. എന്താന്ന് വെച്ചാൽ ഫ്ലൈറ്റിന്റെ അന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തില്ലേ. അപ്പൊ അവിടുന്ന് കൊച്ചിന്ന് മുംബൈ, പിന്നെ അവിടുന്ന് സൗത്ത് ആഫ്രിക്ക, മുംബൈയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക, അങ്ങനെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. ഭയങ്കര ഹാപ്പി അല്ലേ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ യാത്ര? മറ്റേത് ഇങ്ങനെ അങ്കമാലിയിലല്ലേ മോൻ താമസം? അങ്കമാലി എയർപോർട്ടിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നത്, ഫ്ലൈറ്റിൽ കയറി പോകുമ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫ്ലൈറ്റിൽ കയറിയപ്പോ എനിക്കൊരു ചെവി വേന, അത് ആർക്കും വരാനുണ്ട്. വിൻഡോ സീറ്റ് വരുമ്പോ ഒരു ചെവി വേനൊക്കെ വരും. അപ്പൊ ഇങ്ങനെ പൊത്തി കിടക്കേണ്ടി വരും ഭയങ്കര. എന്നിട്ട് ഫ്ലൈറ്റിൽ ഏതോ കൊച്ചു കഴിയും. പക്ഷെ ഞാന് സംസാരിച്ചപ്പോ ഒന്നും കേട്ടില്ല, ചെവി അടഞ്ഞു പോയി. പിന്നെ ഞാൻ കൊച്ചൊക്കെ കരയുന്നു. ഇതെന്നാ പണി. ഇപ്പൊ ചെവി വേന എടുത്തിട്ട് വിൻഡോ സീറ്റ് പിന്നെ ഇന്നലെ തന്നെ ഇരുന്നു. പിന്നെ അതെല്ലാം മാറി ഇപ്പൊ ഒച്ചത്ത് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. മറ്റേ അടഞ്ഞു പോയി പദ്ധതി. ഫുള്ളായിട്ട് അടഞ്ഞു പോയി കാണും. സാറല്ലേ, എന്തായാലും അടുത്ത പ്രാവശ്യമൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇയർബഡ് സംഭവം ഉണ്ടോ, അത് വെച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും. എല്ലാ പ്രോഗ്രാമിനും ഒരു തുടക്കം, എന്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും. മോന്റെ ലൈഫിലെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് തന്ന ആ ഒരു ഫസ്റ്റ് ഗുരു ആരായിരിക്കും? അത് ആനന്ദ് കാവുമ്പട്ടൻ സാറാണ്, കോഴിക്കോടില്. അതാണ് ഗുരു. പിന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്? 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ്. അപ്പൊ നന്നായിട്ട് പാടുമ്പോ ഉകാരൊക്കെ വെച്ച് പാടണം, അങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് ഗുരു ഒക്കെ എല്ലാം ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് അനുഗ്രഹിച്ചൊക്കെ വിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയും ചേച്ചിയും അപ്പയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതാക്കി. ഓക്കെ. ഇനി ഒരുപാട് പേര് മോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലുണ്ട്, ഹിന്ദിയിലുണ്ട്. എല്ലാവർക്കും മാതൃഭവൻ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടേഴ്സ് ആണ് മൊത്തം.